ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷെയർ മാർക്കറ്റ് മലയാളം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ ഇന്ന് നല്ല റിസൾട്ട് വന്നിട്ടുള്ള കമ്പനികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അത് എങ്ങനെയാണ് നോക്കുന്നതും കൂടി ഇന്നത്തെ വീഡിയോയിൽ വിശദീകരിക്കാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തത് ഒരു പോസിറ്റീവ്നെസ് ആണ്, നിഫ്റ്റിയിൽ ഒരു പോസിറ്റീവ്നെസ് ആണ് നമ്മൾ ഇന്നലെ എക്സ്പെക്റ്റ് ചെയ്തത്. അത് അതുപോലെ തന്നെ വന്നു. ചെറിയ വ്യത്യാസമുണ്ട്, അത് ഞാൻ പറയാം. ഇന്നലെ നമ്മൾ ഒന്നെങ്കിൽ ഗ്യാപ്പ് അപ്പ് എന്നുള്ള ഒരു കൺസെപ്റ്റാണ് ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞത്, അല്ലെങ്കിൽ ഒരു ന്യൂട്രൽ ഓപ്പണിങ് അവിടുന്ന് മുകളിലേക്ക് പോകും എന്നാണ് പറഞ്ഞത്. എന്നാൽ ഒരു സാഹചര്യം നമ്മൾ പറഞ്ഞില്ലായിരുന്നു, ഗ്യാപ്പ് ഡൗൺ ഓപ്പണിങ് അവിടുന്ന് മുകളിലേക്ക് പോകുമെന്നുള്ളത് ഏകദേശം നമുക്ക് ഒരു ധാരണയുണ്ടായിരുന്നു. പക്ഷേ അതെങ്ങനെ വന്നു എന്നുള്ളത് നമ്മൾ ഇന്നലെ എക്സ്പ്ലെയിൻ ചെയ്യാത്ത ഒരു കാര്യമാണ്. ഗ്യാപ്പ് ഡൗൺ ഓപ്പണിങ് അവിടുന്ന് മുകളിലേക്ക് പോയി. ഈ ഒരു സിറ്റുവേഷൻ പലപ്പോഴും നിങ്ങൾ ഓർത്ത് വെക്കുക. നിഫ്റ്റി ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണെങ്കിൽ അവിടുന്ന് മുകളിലേക്ക് പോകാനും ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ അവിടെ താഴേക്ക് പോകാനുമുള്ള സാധ്യത കൂടുതലാണ്. ഇത് കമൻറ്റ് സെക്ഷനിൽ ഇന്നലെ ഒരാൾ മെൻഷൻ ചെയ്യുകയുണ്ടായി. ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ അവിടെ താഴേക്ക് വരാൻ സാധ്യത കൂടുതലാണ് എന്നുള്ള ഒരു കമൻറ്റ് ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. അത് കറക്റ്റാണ്. എന്തായാലും ഇന്നൊരു ഗ്രീൻ ക്യാൻഡിൽ വന്നു. ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഒരുപാടുണ്ട്, നമുക്കറിയാം അല്ലേ. ഇസ്രായേൽ ഇറാനെ തിരിച്ചടിച്ചു, എന്നിട്ടും മാർക്കറ്റ് അപ്പായി. അപ്പോൾ എന്താണ് അതിൻ്റെ ഒരു അർത്ഥം? അമേരിക്കയുടെ ഒരു സപ്പോർട്ട് ഇല്ലാതെയാണ് ഈ കാര്യങ്ങൾ നടന്നത് അല്ലേ. ബാഹ്യ ശക്തികളുടെ സപ്പോർട്ടൊന്നും വേണ്ട എന്ന് ഇന്നലെ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു പറയുകയും ഇന്ന് രാവിലെ അവർ അത് തെളിയിക്കുകയും ചെയ്തു. പക്ഷേ എൻ്റെ ഒരു സംശയം, അമേരിക്ക നിശബ്ദമായിട്ട് കണ്ണടയ്ക്കുകയാണ് എന്നാണ്. ആക്രമണം അമേരിക്ക സ്ഥിരീകരിച്ചു കഴിഞ്ഞു. എന്നാൽ അമേരിക്കയുടെ മൗനാനുവാദത്തോടു കൂടിയാണോ നെതന്യാഹു അല്ലെങ്കിൽ ഇസ്രായേൽ ഈ ഒരു ആക്രമണം നടത്തിയത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ക്രൂഡ് ഓയിലിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് കുറച്ചുകൂടെ ക്ലിയർ ആണ്. ഇതിപ്പോൾ ക്രൂഡ് ഓയിലിൻ്റെ ഒരു ദിവസത്തെ ചാർട്ടാണ്. ഈ മുകളിലുള്ള വിക്ക് നോക്കിക്കേ. ട്രേഡേഴ്സൊക്കെ ഒരുപാട് ട്രാപ്പാകുന്ന സംഭവങ്ങളാണ് ഇന്ന് നടന്നിരിക്കുന്നത്. അപ്പോൾ ഡെയിലി ചാർട്ടാണ്. ക്രൂഡ് ഓയിൽ താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. യുദ്ധത്തിനോട് അനുബന്ധിച്ച് ക്രൂഡ് ഓയിൽ പ്രൈസ് ഹൈക്ക് ചെയ്തിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെയൊക്കെ ഞാൻ ന്യൂസ് വായിക്കുമ്പോൾ 4% ക്രൂഡ് ഓയിൽ അപ്പായിരുന്നു. അതാണ് ഈ വിക്ക്. ഇപ്പോഴത്തെ പ്രൈസ് 85 സംതിങ് ആണ്, 86 കൂട്ടിക്കോളും. 90 വരെ പോയായിരുന്നു. അവിടുന്ന് ഒരു ഫാള് അല്ലേ. അതായത് സിറ്റുവേഷൻസ് കാമാകുന്നു അല്ലെങ്കിൽ കൂളാകുന്നു എന്നാണ് ക്രൂഡ് ഓയിലിൻ്റെ ഈ പ്രൈസ് ഡൗൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ഒരു യുദ്ധം അതുപോലെയുള്ള ഒരു സാഹചര്യമാണെങ്കിൽ ഉറപ്പായിട്ടും ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് കൂടും. അത് എക്കണോമിക്ക് നല്ലതുമല്ല. എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ക്രൂഡ് ഓയിൽ താഴേക്ക് വരികയാണ്. ഇനിയിപ്പോൾ 2 ദിവസം മാർക്കറ്റിന് അവധിയാണ്, ശനിയും ഞായറും മാർക്കറ്റിന് അവധിയാണ്. പക്ഷേ എവിടെയൊക്കെ ഇസ്രായേൽ ലീഡ് ചെയ്യുന്നു അതൊക്കെ മാർക്കറ്റ് ഇഷ്ടപ്പെടുന്നു എന്ന് വേണം നമുക്ക് കരുതാൻ. ഇസ്രായേൽ ലീഡ് ചെയ്യാതെ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഇസ്രായേലിന് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടാകുമ്പോൾ മാത്രമാണ് മാർക്കറ്റ് താഴേക്ക് പ്രതികരിക്കുന്നത്, അതായത് ഡൗൺ ആയി പോകുന്നത്, മാർക്കറ്റ് പാനിക്കാകുന്നത്. എന്തായാലും ഞാൻ എൻ്റെ ഒരു വ്യൂ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇന്നലെയും വാല്യുബിളായിട്ടുള്ള വളരെ നീണ്ട മെസ്സേജുകളൊക്കെ കണ്ടായിരുന്നു. എനിക്ക് റിപ്ലൈ ചെയ്യാനായിട്ട് സമയം കിട്ടിയില്ല. ഞാൻ മെസ്സേജൊക്കെ ഒന്ന് വായിച്ച് നോക്കിയുള്ളൂ. പലരും പല മെസ്സേജുകൾക്കും റിപ്ലൈയും കാര്യങ്ങളും ചെയ്യുന്ന കണ്ടായിരുന്നു. ഓക്കെ, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അവിടെ രേഖപ്പെടുത്തിക്കോളൂ. കാരണം അതെല്ലാവർക്കും അറിയാമല്ലോ. ചിലരെന്നെ ക്രിട്ടിസൈസ് ചെയ്യുന്നേ കണ്ടായിരുന്നു. അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ തട്ടിക്കോ. അപ്പം നിഫ്റ്റിയുടെ കാര്യത്തിൽ അങ്ങനെയാണ് അല്ലേ. നിഫ്റ്റിയുടെ ഒരു ഗ്രാഫ് നമുക്ക് വളരെ ഭംഗിയായിട്ട് കാണാൻ പറ്റും. ഇവിടെ ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത് പറയാം. ഇത് ഡെയിലി ചാർട്ടാണ്. ഇവിടെ വന്നിരിക്കുന്ന ലോകളെല്ലാം നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. ഇതൊരു ലോയാണല്ലേ, ഇതൊരു ലോയാണ്. ഇവിടെ ഒരു ലോയാണ്, ഇവിടെ ഒരു ലോയാണ്, ഇവിടെ ഒരു ലോയാണ്, ഇവിടെ ഒരു ലോയാണ്. ഇത് ഒരു പക്ഷേ അതൊരു ലോ ആയിരിക്കണം. അതായത് ഇന്ന് ക്രിയേറ്റ് ചെയ്ത ക്യാൻഡിലിൻ്റെ താഴെ ഇത് തീർച്ചയായിട്ടും ഒരു ബുള്ളിഷ്നെസ് തന്നെയാണ് കാണിക്കുന്നത്. ഈ ലോയ്ക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയോ? പ്രൈസ് ആക്ഷൻ പഠിച്ചവർക്കറിയാം. ഹയർ ലോസ് ആണ്. ലോകൾ ക്രിയേറ്റ് ചെയ്യുന്ന ഉയർന്ന നിലവാരത്തിലാണ്. അതുപോലെ തന്നെ ഹൈസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ഹൈ ആണ്, ഇതൊരു ഹൈ ആണ്, ഇതൊരു ഹൈ ആണ്. ഈ ഒരു ഹൈ ഇതുമായിട്ട് ഈക്വലാണ്. അത് കഴിഞ്ഞ് ഇതൊരു ഹൈ ആണ്, ഇതൊരു ഹൈ ആണ്, ഇതൊരു ഹൈ ആണ്. പ്രൈസ് ആക്ഷൻ അനുസരിച്ചിട്ട് ഹയർ ഹൈസ് നമുക്കിവിടെ കാണാം, ഹയർ ലോസ് നമുക്കിവിടെ കാണാം. അത് ഒരു തരത്തിലും എവിടെയും മാനിപ്പുലേറ്റ് ചെയ്തിട്ടില്ല, ഇൻട്രപ്റ്റ് ചെയ്തിട്ടില്ല. ക്ലിയറാണ്, ക്ലിയർ കട്ടാണ്. അപ്പോൾ ഇവിടുന്ന് ഇനിയിപ്പം മുകളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഇവിടെ മുകളിലേക്ക് പോയിട്ട് പിന്നെ താഴേക്ക് വരും കേട്ടോ. അതാണല്ലോ നമ്മൾ കാണുന്നത്. മുകളിലേക്ക് പോകുന്നു, താഴേക്ക് വരുന്നു, മുകളിലേക്ക് പോകുന്നു, താഴേക്ക് വരുന്നു, മുകളിലേക്ക് പോകുന്നു, താഴേക്ക് വരുന്നു. ശരിക്കും താഴേക്ക് വന്നില്ല, ഒന്നും കൂടെ താഴേക്ക് വരുന്നു. വീണ്ടും മുകളിലേക്ക് പോകുന്നു, താഴേക്ക് വരുന്നു, മുകളിലേക്ക് പോകുന്നു, താഴേക്ക് വരുന്നു, മുകളിലേക്ക് പോകുന്നു, താഴേക്ക് വരുന്നു, മുകളിലേക്ക് പോകുന്നു, താഴേക്ക് വരുന്നു. ഇനി അടുത്ത ഒരു മുകളിലേക്ക് പോക്ക് ആയിട്ട് നമുക്ക് ഈ ഒരു പാറ്റേൺ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നിഫ്റ്റി ഒരു പുതിയ ഹൈ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത വിദൂരമല്ല. ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഈ ഫിനാൻഷ്യൽ ഇയറിൽ ഈ തുടക്കം മുതൽ അവസാനം, അതായത് ഡിസംബർ വരെ, ഡിസംബർ അല്ല അടുത്ത മാർച്ചാണ് ഫിനാൻഷ്യൽ ഇയറിൻ്റെ എൻ്റെ, പക്ഷേ ഡിസംബർ വരെ മാർക്കറ്റിൽ അപ് ട്രെൻഡാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബൈ ഓൺ ഡിപ്പ് എന്ന സ്ട്രാറ്റജിയാണ് എനിക്കിഷ്ടം. അതനുസരിച്ചിട്ട് ഞാൻ ഇന്നും
പല സ്റ്റോക്കുകൾ വാങ്ങിയായിരുന്നു, അതുപോലെ ഇൻഡെക്സുകൾ വാങ്ങിയായിരുന്നു കേട്ടോ. നല്ലൊരു സ്ട്രാറ്റജി ഞാനിവിടെ പറഞ്ഞുതരാം. മാർക്കറ്റ് ഈ താഴേക്ക് ഇങ്ങനെ പോകുമ്പം എവിടെയൊക്കെ ഗ്രീൻ ക്യാൻഡിൽ വരുന്നോ ആ ഗ്രീൻ ക്യാൻഡിലിൽ നമുക്കൊരു ബൈ എടുക്കാം. അപ്പോൾ താഴേക്ക് മാർക്കറ്റ് ഇങ്ങനെ പോകുന്നു. ഞാനിതൊക്കെ ഒന്ന് വായിക്കട്ടെ. ഇവിടെ ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്നു അല്ലേ, പക്ഷേ ഒരു ഡോജിയാണ്. അത് ഡോജി നിങ്ങൾക്ക് കണ്ടാൽ അറിയാലോ, ഗ്രീൻ ഡോജിയാണ്. അവിടെ വേണമെങ്കിൽ ഒരു ബൈ ഇനിഷ്യേറ്റ് ചെയ്യാം. പിന്നീട് വന്നേക്കുന്ന ഇന്നത്തെ ഒരു ഗ്രീൻ ക്യാൻഡിൽ, ഇത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ബോഡിയോട് കൂടിയ ഒരു ഗ്രീൻ ക്യാൻഡിലാണ്. ഇവിടെ നമുക്ക് ബൈ ഇനിഷ്യേറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ അടുത്ത ദിവസം ഇത് പൊട്ടി താഴേക്ക് വരികയാണെങ്കിൽ അടുത്ത ഗ്രീൻ ക്യാൻഡിലിൽ ബൈ ഇനിഷ്യേറ്റ് ചെയ്യാം. അങ്ങനെ സെവറൽ ഗ്രീൻ ക്യാൻഡിലുകളിൽ ബൈ ഇനിഷ്യേറ്റ് ചെയ്യാൻ നമ്മൾ വില്ലിംഗ് ആണെങ്കിൽ നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് ചെയ്യേണ്ടത് നിഫ്റ്റി 50 പോലെയുള്ള ഇൻഡെക്സുകളിലാണ് കേട്ടോ ബൈ ചെയ്യേണ്ടത്. നിഫ്റ്റി 50, നെക്സ്റ്റ് 50, മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ്, ഇങ്ങനെയുള്ള ഇൻഡെക്സുകളിലാണ്. ഇന്ന് സ്മോൾ ക്യാപ്പിലൊന്നും വലിയൊരു ഗെയിൻ കണ്ടില്ല, ലാർജ് ക്യാപ്പിൽ തന്നെയാണ് വലിയൊരു ഗെയിൻ കണ്ടത്. ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ കേസിൽ പോയാൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇതേപോലത്തെ ഒരു പാറ്റേൺ തന്നെയാണ് നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലും കാണുന്നത്. ഡെയിലി ചാർട്ടാണ്. കുറച്ചും കൂടെ മനോഹരമായിട്ടുള്ള ഒരു ചാർട്ട് നിഫ്റ്റിയിലാണെന്ന് എനിക്ക് തോന്നുന്നു. ബാങ്ക് നിഫ്റ്റിയിൽ അത്രയധികം മനോഹാരിതയില്ല, എന്നാലും ഇന്നത്തെ ക്യാൻഡിൽ വളരെ നല്ലൊരു ക്യാൻഡിലാണ്. ഇനിയിപ്പോൾ നമ്മുടെ നെസ്ലെ ഇന്ത്യയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ, നെസ്ലെ ഇന്ത്യയിൽ ഇന്നലെ വന്നിരിക്കുന്ന ന്യൂസ് ബേബി ഫുഡിലൊക്കെ ഓവറായിട്ട് ഷുഗറിൻ്റെയും ഹണിയുടെയും കണ്ടൻറ്റ് കൂടുതലാണ് എന്നുള്ള ഒരു ന്യൂസ് വരികയുണ്ടായി. അതോടുകൂടി ഇന്നലെ നല്ല രീതിയിൽ നെസ്ലെ താഴേക്ക് പോയെങ്കിലും അത് ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്തില്ല എന്ന് വേണം കരുതാൻ. ഒരു നെഗറ്റീവ് ന്യൂസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നെസ്ലെ ഇന്ത്യയിലൊക്കെ ട്രേഡ് ചെയ്യുന്നവർ ശ്രദ്ധിക്കുക. ഇന്നൊരു ഗ്രീൻ ക്യാൻഡിലാണെങ്കിലും ഡോജി ടൈപ്പ് ഗ്രീൻ ക്യാൻഡിലാണ് വന്നിരിക്കുന്നത്. റെഡ് ആണെങ്കിൽ താഴേക്ക് തന്നെയായിരുന്നു. അപ്പോൾ ഇതൊരു ഇൻഡിസിഷനാണ്. മാത്രമല്ല ഇവിടെ ഒരു സപ്പോർട്ടും ഉണ്ട്. അപ്പോൾ സപ്പോർട്ട് നിങ്ങൾക്ക് കാണാം, ഇവിടെ ഒരു സപ്പോർട്ടുണ്ട്. പക്ഷേ ഒരു നെഗറ്റീവ് ന്യൂസ് തന്നെയാണ് നെസ്ലെ ഇന്ത്യയിൽ വന്നിരിക്കുന്നത്. വലിയ കമ്പനി ആയതുകൊണ്ട് അത് ഓവർകം ചെയ്തേക്കാം. ഇനിയിപ്പം നമുക്ക് നേരെ റിസൾട്ടിലേക്ക് പോകാം. ഇപ്പോൾ ഒരുപാട് ന്യൂസുകൾ വിശകലനം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോ ലെങ്തി ആകും. അപ്പോൾ ഇന്നത്തെ പ്രധാന കണ്ടൻറ്റ് എന്ന് പറയുന്നത് റിസൾട്ട്, നല്ല റിസൾട്ട് വന്നിട്ടുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കുകയാണ്. 65 കമ്പനികളുടെ റിസൾട്ട് ഇപ്പോൾ സ്ക്രീനറിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇന്ന് വന്നിരിക്കുന്ന ഏപ്രിൽ 19 ഇന്ന് വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വലിയ ഒരു കമ്പനി, ഒരു AMC കമ്പനി, ഒരു മ്യൂച്വൽ ഫണ്ട് കമ്പനിയാണ് HDFC AMC. സൂപ്പർ റിസൾട്ടാണ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. നമുക്കിവിടെ കാണാൻ പറ്റുക ഇയർ ഓൺ ഇയർ ഗ്രോത്ത് അല്ലെങ്കിൽ ഡിക്ലൈനാണ് ഇവിടെ കാണാൻ പറ്റുക. അപ്പോൾ സെയിൽസിലാണെങ്കിൽ 29% വളർച്ച വന്നിട്ടുണ്ട്. എല്ലാ രീതിയിലും പ്രോഫിറ്റിലാണെങ്കിൽ 44% വളർച്ച. സെയിൽ 29% ഉയർന്നപ്പോൾ പ്രോഫിറ്റ് 44% ഉയർന്നിട്ടുണ്ട്. EPSലും ഈ സെയിം 44% വളർച്ച നമുക്കിവിടെ കാണാൻ പറ്റും. ഞാൻ ഓരോന്നിലേക്കും പോകുന്നില്ല. HDFC AMC എന്ന് പറയുന്നത് വളരെ നല്ല ഒരു HDFC ഗ്രൂപ്പിൻ്റെ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയാണ്. നമ്മൾ HDFCയുടെ പല മ്യൂച്വൽ ഫണ്ടുകളും നമ്മുടെ വീഡിയോയിൽ കവർ ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും പോപ്പുലറായിട്ടുള്ള ഒരു മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് HDFCയുടെ ഡിഫൻസ് ഫണ്ടാണ്. അത് നമ്മൾ വീഡിയോ ചെയ്താണ്. ഏതാണ്ട് 10 രൂപ 50 പൈസയൊക്കെ ഉള്ള വീഡിയോ ചെയ്താണ്. ഇപ്പോൾ 16-17 രൂപയാണ്. അതായത് 100% ഒരു വളർച്ച കണ്ടായിരുന്നു. അപ്പോൾ 20 രൂപയാണോ സംശയമുണ്ട്. എന്തായാലും ഞാൻ ഈയിടെ ട്രാക്ക് ചെയ്തിട്ടില്ല. പക്ഷേ അത് ആ ഒരു മ്യൂച്വൽ ഫണ്ട് വന്നത് HDFC AMCയിൽ നിന്നാണ്. HDFC ഡിഫൻസ് ഫണ്ട്. അത് നമുക്ക് അപ്പോൾ തന്നെ ആ ഫണ്ട് ഇറങ്ങിയപ്പോൾ തന്നെ നമുക്ക് ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു, ഇത് നല്ല രീതിയിൽ മുകളിലേക്ക് പോകാൻ സാധ്യതയുണ്ടെന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ആ വീഡിയോ ചെയ്തത്. ഒരു വർഷത്തിനുള്ളിൽ തന്നെ അത് 100% മുകളിൽ റിട്ടേൺ തരിക്കും. 100% അടുപ്പിച്ച് കേട്ടോ ആ ഒരു റൗണ്ടിൽ. അത് പലപ്പോഴും ഈ മാർക്കറ്റിൻ്റെ ഫ്ലക്ച്വേഷൻ അനുസരിച്ച് മാറുന്നുണ്ട്. ഏകദേശം ഒരു 100% റിട്ടേൺ തരികയും ചെയ്തിട്ടുണ്ട്. എന്നാൽ HDFC അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി ഇന്ന് ഡിക്ലൈനാണ് കാണിച്ചത്. അപ്പോൾ എന്താണ് അതിന് കാരണം? നല്ല റിസൾട്ട് വന്നു, എന്നാൽ ആ ഒരു സ്റ്റോക്ക് താഴേക്ക് പോയി. വലിയ കമ്പനിയാണ്, നല്ല കമ്പനിയാണ്, ഫ്യൂച്ചറുള്ള കമ്പനിയാണ്. അതിൻ്റെ ഗ്രാഫ് ഇതിപ്പോൾ 1 ഇയർ ഗ്രാഫാണ് നമ്മൾ കാണുന്നത്. ആ ഒരു ഗ്രാഫിനും കുഴപ്പമില്ല, നല്ല രീതിയിൽ നിൽക്കുന്നു. എന്നാൽ ഈ ഒരു സ്റ്റോക്ക് വളരെയധികം താഴേക്ക്, വളരെയധികം അല്ല, ഒരു 1.70% താഴേക്കാണ് ഇന്ന് പോയത്. അപ്പോൾ നമ്മളവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നല്ല റിസൾട്ട് വന്നാലും പിറ്റേ ദിവസം ആ സ്റ്റോക്ക് മുകളിലേക്ക് പോകണമെന്നില്ല. മറിച്ച് നല്ല റിസൾട്ടാണ് എന്ന് എക്സ്പെക്റ്റ് ചെയ്ത് ആ സ്റ്റോക്ക് ഓൾറെഡി ഒരു റാലി കഴിഞ്ഞിട്ടുണ്ടാകും. ഓൾറെഡി ഒരു റാലി കാഴ്ചവെച്ച ഒരു സ്റ്റോക്കാണ്. അപ്പോൾ ഈ നല്ല റിസൾട്ട് പോരാ, ഇതിലും നല്ല റിസൾട്ട് ആണെങ്കിൽ ഇനി മുകളിലേക്ക് പോകാനുള്ള സ്കോപ്പുള്ളൂ എന്ന രീതിയിൽ ചില കമ്പനികൾ ബിഹേവ് ചെയ്യും. എന്ന് വെച്ച് നല്ല റിസൾട്ട് വന്നു, ഈ കമ്പനി ഇപ്പോൾ ഇന്ന് താഴേക്ക് പോയി, അടുത്ത ദിവസങ്ങളിൽ താഴേക്ക് പോകണമെന്നില്ല. തീർച്ചയായിട്ടും വാച്ച് ചെയ്യുക. ഇത് കുറച്ച് താഴേക്ക് പോയി കഴിഞ്ഞിട്ട് ഇതൊരു അട്രാക്റ്റീവ് വാല്യുവേഷനിൽ എത്തിക്കും. അവിടുന്ന് ഷൂട്ടപ്പ് ചെയ്യാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഇപ്പോൾ നല്ല റിസൾട്ടാണെന്ന് കരുതിയിട്ട് ഓട്ടിപ്പോയിട്ട് നമ്മൾ വാങ്ങേണ്ട കാര്യമില്ല. നമ്മൾ ലോജിക്കലി ചിന്തിക്കുക, ഇത് നല്ല റിസൾട്ട് തന്നെയാണ് എക്സ്പെക്റ്റ് ചെയ്തതും അതനുസരിച്ച് സ്റ്റോക്ക് പ്രൈസ് മുകളിലേക്ക് പോയതും. എന്നാൽ ഇപ്പോൾ ഒരുപാട് മുകളിലേക്ക് പോയിരിക്കുന്നതുകൊണ്ട്
ഈ ഒരു റിസൾട്ടിന് കോമ്പാക്റ്റബിൾ ആയിട്ടുള്ള ഒരു പ്രൈസാണ് ഇപ്പോൾ എന്നതുകൊണ്ട് കമ്പനിയുടെ പ്രൈസ് ഇന്ന് താഴേക്ക് പോയി, അല്ലെങ്കിൽ ചിലപ്പോൾ നാളെയോ നാളത്തെ കഴിഞ്ഞോ ഈ പ്രൈസ്, അതായത് തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ഒക്കെ പ്രൈസ് ഉയരാം കേട്ടോ. അപ്പം തറവായിട്ട് വാച്ച് ചെയ്യുക, എന്നിട്ട് പ്രൈസ് ആക്ഷൻ അനുസരിച്ചിട്ട് ഒരു ഡിസിഷൻ എടുക്കുക. അല്ലെങ്കിൽ ഇത് കുറച്ച് താഴേക്ക് പോയിക്കോട്ടെ, അതിനുശേഷം ഷൂട്ടപ്പ് ചെയ്യുന്നത് വളരെ ശക്തമായിട്ടായിരിക്കും. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത റിസൾട്ട് നോക്കാം. അപ്പോൾ റിസൾട്ട് നോക്കാൻ നിങ്ങൾ ഏതാണ്ട് പഠിച്ചു കഴിഞ്ഞല്ലോ. സ്ക്രീനറി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ റിസൾട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. വിപ്രോവിൻ്റെ റിസൾട്ട് പോസിറ്റീവ് അല്ല, സെയിലിൽ ഡ്രോപ്പുണ്ട്, നെറ്റ് പ്രോഫിറ്റിൽ ഡ്രോപ്പുണ്ട്. ഓക്കെ, അത് രണ്ടും നോക്കിയാൽ മതി, ബാക്കി സാധാരണഗതി ഡ്രോപ്പ് ആയിരിക്കും. അപ്പോൾ വിപ്രോ ഒരു IT ആണ്. IT ബീസൊക്കെ ഇപ്പോൾ 35 രൂപയിലാണ് ട്രേഡ് ചെയ്യുന്നത്, വളരെ ഡൗണിലാണ് ട്രേഡ് ചെയ്യുന്നത്. അതുപോലെ ഓരോ കമ്പനികളുടെ റിസൾട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇനിയിപ്പോൾ അമൽ എന്ന കമ്പനിയുടെ റിസൾട്ട് അത് വളരെ പോസിറ്റീവാണ്. 22% സെയിൽസ് ഗ്രോത്ത്. ഇബിഡയിൽ 1178%, പ്രോഫിറ്റാണത്. അതൊരു പ്രോഫിറ്റ് ഗ്രോത്ത് വളരെ കൂടുതലാണ്. ഇവിടെ 109% നെറ്റ് പ്രോഫിറ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇയർ ഓൺ ഇയർ ആണ് പ്രോഫിറ്റ്. EPSലും 109% വളർച്ച. അതായത് നെറ്റ് പ്രോഫിറ്റിൽ 109% വളർച്ച വന്നിട്ടുള്ള ഒരു സ്മോൾ ക്യാപ്പ് കമ്പനിയാണ്. ഇവിടെ മാർക്കറ്റ് ക്യാപ്പ് നോക്കിയാൽ 494 കോടി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊരു സ്മോൾ ക്യാപ്പ് കമ്പനികളിലാണ്. ഞാനിപ്പോൾ ഇത്രയും റിസൾട്ട് കണ്ടതിൽ സ്മോൾ ക്യാപ്പ് കമ്പനികളിലാണ് വളരെ നല്ല റിസൾട്ട് വന്നിരിക്കുന്നത്. ലാർജ് ക്യാപ്പ് കമ്പനികളിൽ അത്രയധികം നല്ല റിസൾട്ടുകളൊന്നും അല്ല വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കുക, ഇന്ന് ഈ ഒരു കമ്പനി 2% മുകളിലേക്ക് പോയി, 1.89% മുകളിലേക്ക്. വലിയ കുഴപ്പമില്ലാത്ത, വളരെയധികം ഓടിക്കളിക്കുന്ന ഒരു ഗ്രാഫാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഗ്രാഫിൻ്റെ സ്ട്രക്ചർ മുകളിലേക്കാണ്, അപ് ട്രെൻഡിലുള്ള ഒരു കമ്പനിയാണ്. വളരെ നല്ലൊരു റിസൾട്ടും കൂടിയാണ് അമലിന് വന്നിരിക്കുന്നത്. പക്ഷേ ഓർക്ക് ഇതൊരു സ്മോൾ ക്യാപ്പ് കമ്പനിയാണ്. അടുത്ത നല്ലൊരു റിസൾട്ട് വന്നിരിക്കുന്നത് ബനാറസ് ഹോട്ടൽസ് ആണ്. അത്യാവശ്യം വലിയ പ്രൈസാണ്, എന്നാൽ കമ്പനി അത്ര വലുതൊന്നുമല്ല. 1165 കോടിയാണ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ. പ്രൈസ് ഗ്രാഫും കാര്യങ്ങളും ഒന്ന് എടുത്തു നോക്കാം. 1.27% ഉയർച്ച ഇന്ന് ആ കമ്പനിയിൽ കണ്ടു. കുറച്ച് താഴേക്കൊക്കെയാണ് പോകുന്നത്. റിസൾട്ട് വളരെ നല്ലതാണ്. തീർച്ചയായിട്ടും പ്രൈസ് ആക്ഷനും മറ്റ് കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ട് മാത്രം ട്രേഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ കമ്പനിയുടെ റിസൾട്ട് നല്ലതാണ്. ഇതൊക്കെ മോശം റിസൾട്ട് വന്ന കമ്പനികൾ കണ്ടോ. സിബ്ലി ഇൻഡസ്ട്രീസ് മോശമാണ്, നമ്മൾ അതിലേക്കൊന്നും പോകുന്നില്ല. അടുത്ത് എലിക്കോൺ എഞ്ചിനീയറിംഗ്. ഇത് നമ്മൾ ഇന്ന് റെക്കമെൻഡ് ചെയ്ത ഒരു കമ്പനിയാണ്. വളരെ നല്ലൊരു റിസൾട്ടും 52 വീക്ക് ഹൈ ബ്രേക്ക് ചെയ്യുകയും ചെയ്ത ഒരു സ്റ്റോക്കാണ്. അപ്പോൾ നമ്മുടെ റെക്കമെൻഡേഷനിലുള്ള ഒരു സ്റ്റോക്കാണ്. ഇത് ഇൻട്രാഡേയിൽ തന്നെ ഒരു 3% പ്രോഫിറ്റ് കിട്ടി എന്നുള്ളതാണ് എലിക്കോൺ എഞ്ചിനീയറിംഗ്. പണ്ട് തൊട്ടേ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നതാണ്. അങ്ങനെ അത് റെക്കമെൻഡ് ചെയ്യുകയും അത് നല്ല രീതിയിൽ 100%-ലേക്ക് മുകളിലേക്ക് പോവുകയും ചെയ്ത കമ്പനിയാണ്. എല്ലാം നല്ല ഫിഗറുകൾ. സെയിൽസിൻ്റെ ഗ്രോത്ത് 33%, ഇബിഡ 46%, നെറ്റ് പ്രോഫിറ്റ് 53%, EPS 52%. അപ്പോൾ ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനിയിലേക്ക് പോകാം. വളരെ നല്ല റിസൾട്ട്. ഏകദേശം 10% വളർച്ച, സിംഗിൾ ഡേയിൽ 10% വളർച്ച. 52 വീക്ക് ഹൈ ബ്രേക്ക് ചെയ്തായിരുന്നു. അപ്പോൾ ഈ കാര്യങ്ങൾ കൊണ്ടൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ ഒരു കമ്പനി റെക്കമെൻഡ്, നമ്മുടെ പ്രീമിയം ഗ്രൂപ്പ് മെമ്പേഴ്സിന് വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്തതാണ് എലിക്കോൺ എന്ന് പറയുന്ന കമ്പനി. അപ്പോൾ അത് നിങ്ങൾ വരുന്ന ദിവസങ്ങളിലൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ കുഴപ്പമില്ലാത്ത ഒരു മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ, ഒരു മിഡ് ക്യാപ്പ് കമ്പനി എന്ന രീതിയിൽ നമുക്ക് പറയാം. 13,081 കോടി മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനുള്ള ഒരു കമ്പനിയാണ്. അടുത്തത് ഹിന്ദുസ്ഥാൻ സിങ്ക്. വളരെയധികം പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന റിസൾട്ടാണ്, പക്ഷേ എല്ലാം നെഗറ്റീവാണ്. ഇനിയിപ്പോൾ ഇന്നലെ വന്നിരിക്കുന്ന റിസൾട്ട്, ഇപ്പോൾ ഇന്ന് തന്നെ നല്ല കമ്പനികൾ കിട്ടിക്കാണുമല്ലോ. ഇപ്പോൾ ഇന്നലത്തെ റിസൾട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ അദ്വി ക്യാപിറ്റലിന് നല്ലൊരു റിസൾട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷേ അതൊരു ചെറിയ കമ്പനിയാണ്. 117 കോടി മാത്രം മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ള ഒരു കമ്പനിയാണ്. ചെറിയ കമ്പനിയാണ്, മൈക്രോ ക്യാപ്പ് എന്നൊക്കെ പറയാം. അപ്പോൾ അത് താല്പര്യമുള്ളവർ മാത്രം അത് നോക്കിയാൽ മതിയാവും. എന്നാൽ ICICI സെക്യൂരിറ്റീസിൻ്റെ റിസൾട്ട് വളരെ സൂപ്പറാണ്. സെയിൽസിൽ 74% ഗ്രോത്ത് ഉണ്ട്. കമ്പനി വലിയ കമ്പനിയാണ്. 22,996 കോടി രൂപ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉണ്ട്. പ്രോഫിറ്റിൽ 104% വർധനമുണ്ട്. വലിയ കമ്പനി, നല്ല റിസൾട്ട്. ഇന്ന് 1% സ്റ്റോക്ക് പ്രൈസ് മുകളിലേക്ക് പോയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റിസൾട്ട് വന്ന കമ്പനി ഇത്ര ഒന്നും പോയാൽ പോരാ. അപ്പോൾ ഇതിൻ്റെ കൂടെ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ റിസൾട്ടും കൂടെ വേണമെങ്കിൽ നോക്കാവുന്നതാണ് നമുക്ക്. അത് നമ്മൾ മാനുവലി തന്നെ നോക്കണം. ഇവിടെ നോക്കണം. മാർച്ച് 2024 ക്വാർട്ടറിൽ 1543 കോടിയാണ്. ഇത് ക്വാർട്ടർലി റിസൾട്ടാണ്. അപ്പോൾ അതിനു മുമ്പ് ഡിസംബറിൽ വന്നിരിക്കുന്ന 1323 കോടിയാണ്. അപ്പോൾ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ റിസൾട്ട് നമുക്ക് ഇവിടെ നോക്കാം. ഇയർ ഓൺ ഇയർ റിസൾട്ടിൻ്റെ പേഴ്സൻറ്റേജ് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇത്രയും നല്ല റിസൾട്ട് വന്നു. കമ്പനി അധികം മുകളിലേക്ക് പോയിട്ടില്ല, പോസിറ്റീവാണ്, അധികം മുകളിലേക്ക് പോയിട്ടില്ല. നോട്ട് ചെയ്ത് വെക്കുക. എന്നാൽ ഒരു സ്മോൾ ക്യാപ്പ് കമ്പനി ഇതിനു മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്ത് വളരെയധികം മുകളിലേക്ക് പോയി അല്ലേ.
ഷിഷ് ഇൻഡസ്ട്രീസ് അതൊരു ചെറിയ കമ്പനിയാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല റിസൾട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ആ ഒരു കമ്പനിയുടെ പ്രൈസ് നോക്കിയ ഷിഷ് ഇൻഡസ്ട്രീസ് 7% മുകളിലേക്ക് പോയി. ഇന്നൊരു സൂപ്പർ റാലി വിത്ത് ബ്രേക്ക് ഔട്ട്, ഒരു ഷോർട്ട് ബ്രേക്ക് ഔട്ട്. എന്നാൽ നല്ല രീതിയിൽ ഒരു അക്കുമുലേഷൻ ഇവിടെ നടന്നിട്ടുണ്ട്. എനിക്ക് ഇങ്ങനത്തെ ബ്രേക്ക് ഔട്ടുകൾ വളരെ ഇഷ്ടമാണ്. കണ്ടില്ലേ, ഈ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരു നല്ലൊരു അക്കുമുലേഷനാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് നമുക്ക് ഇവിടെ കാണാം. ഈ ഒരു ചാർട്ടിൽ ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് നടന്നിട്ടുണ്ട്. ഇനിയുള്ള റെസിസ്റ്റൻസ് ഇതാണ്. അത് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, മുകളിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അക്കുമുലേഷൻ കഴിഞ്ഞതിന് ശേഷം ബ്രേക്ക് ഔട്ട് വിത്ത് ഗുഡ് റിസൾട്ട്. പക്ഷേ കമ്പനി ചെറുതാണ്, അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുക. ഇന്ന് മാത്രം അത് 7% മുകളിലേക്ക് പോയിട്ടുണ്ട്. ഇനി അടുത്തത് RS സോഫ്റ്റ്വെയർ ആണ്. ഇതും ഒരു ചെറിയ കമ്പനിയാണ്. 721 കോടി മാത്രമേ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ളൂ. വളരെ നല്ല റിസൾട്ടാണ് വന്നിരിക്കുന്നത്. സ്മോൾ ക്യാപ്പ് കമ്പനികളിലാണ് ഇപ്പം ഇതുപോലെയുള്ള റിസൾട്ടുകൾ വരുന്നത്. ലാർജ് ക്യാപ്പ് കമ്പനികളിൽ പ്രോഫിറ്റ് ആയിരിക്കും, പക്ഷേ വളരെ വലിയൊരു വളർച്ച കാണുന്നില്ല. ഇനിയിപ്പോൾ ഈ കമ്പനിയിൽ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം എന്തൊക്കെയാണ് അവസ്ഥകൾ എന്നുള്ളത്. 2% ഡൗൺ ആണ്. എന്തുകൊണ്ടായിരിക്കാം ഡൗൺ? ഇത് കണ്ടില്ലേ, ഒരു ചെറിയ സമയം കൊണ്ട് ഈ കമ്പനി 2-3 ഇരട്ടി മുകളിലേക്ക് പോയി. ഇത് നോക്കിയേ, ഇവിടെ ഈ ഒരു പ്രൈസ് എന്ന് പറഞ്ഞാൽ ഏകദേശം എത്രയാണ്, 60-70, ഒരു 75 കൂട്ടിക്കോ, ഏകദേശം ഒരു 70-75 രൂപയിൽ നിന്ന് 300 രൂപയിലേക്ക് പോയി. നല്ല റിസൾട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെയാണ്, എല്ലാം ഓക്കെയാണ്. പക്ഷേ ഇത്രയും റാലി ചെയ്ത കമ്പനിയാണ്. ഇതിനി മുകളിലേക്ക് പോകണം എന്ന് നിർബന്ധമില്ല. അതായിരിക്കണം ഇന്നത് താഴേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഭയങ്കര ഇച്ചിരി റിസ്ക്കിങ് കൂടി കേട്ടോ. ഇത്രയൊക്കെ മുകളിലേക്ക് നല്ല റിസൾട്ടായിരിക്കണം നമുക്ക് കമ്പനി താഴെ കിട്ടുകയും ചെയ്യണം. അപ്പോൾ അത് രണ്ടും കൂടെ നടക്കൂല. നല്ല റിസൾട്ടായിരിക്കും, പ്രൈസ് ഓൾറെഡി മുകളിലായിരിക്കും, പക്ഷേ ഇത്രയൊന്നും മുകളിൽ പോയത് എടുക്കണമെന്നില്ല, നല്ല റിസ്ക് ആയിരിക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. റിസൾട്ട് നന്നായി എന്നതുകൊണ്ട് പ്രൈസ് വളരെ കൂടുതലാണെങ്കിൽ ആ കമ്പനി വീണ്ടും മുകളിലേക്ക് പോകണം എന്ന് നിർബന്ധമില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ നോക്കുമ്പം ഒരുപാട് കമ്പനികൾ വളരെ മോശം റിസൾട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ കാണാൻ പറ്റും. ബജാജ് ഓട്ടോയുടെ റിസൾട്ട് നല്ല റിസൾട്ടാണ്. ഇതൊരു വലിയ കമ്പനിയാണ് കേട്ടോ. 2,45,901 കോടി മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനുള്ള കമ്പനിയാണ് ബജാജ് ഓട്ടോ. വലിയ ഒരു കമ്പനിയാണ് ബജാജ് ഓട്ടോ. ഓൾറെഡി നല്ല രീതിയിൽ ഇത് പോയിട്ടുണ്ട്, റാലി ചെയ്തിട്ടുണ്ടായിരുന്നു. 2.5% ഇന്ന് ഡൗൺ ആണ്. റാലി നിങ്ങൾക്ക് ഇവിടെ കാണാം. സൂപ്പറായിട്ട് ഒരു വർഷം കൊണ്ട് ഒരു 100% റിട്ടേൺ തന്നിട്ടുള്ള കമ്പനിയാണ്. എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്ത് പോസിറ്റീവ് റിസൾട്ട് തന്നെയാണ്. പക്ഷേ ഈ കമ്പനികളൊക്കെ നമുക്ക് നോട്ട് ചെയ്ത് വെക്കാം. ഇത് ചിലപ്പോൾ ഒരു ഡിപ്പിലേക്ക് വന്നിട്ട് താഴേക്ക് വന്നിട്ട് തിരിച്ച് കയറും. കാരണം കമ്പനീൻ്റെ ഫണ്ടമെൻ്റലിലോ കാര്യങ്ങളിലോ ഒരു പ്രശ്നവും ഇല്ല. വാല്യുവേഷൻ മാത്രം കൂടുതലാണ്. നല്ല റിസൾട്ടാണ്, നല്ല രീതിയിൽ റാലിയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് ഡൗണിലേക്കൊക്കെ വന്നിട്ട് കമ്പനി നല്ലതായതുകൊണ്ട് അത് തിരിച്ച് എപ്പോൾ വേണമെങ്കിലും ഷൂട്ടപ്പ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കാം. ഇനിയും കുറേ കമ്പനികൾ നമുക്ക് അനലൈസ് ചെയ്യാനുണ്ട്. അത് നമുക്ക് അടുത്ത ദിവസത്തെ വീഡിയോയിൽ അനലൈസ് ചെയ്യാം. അതുപോലെ തന്നെ അടുത്ത ദിവസം നമുക്ക് ബ്രേക്ക് ഔട്ട് സ്റ്റോക്കുകൾ കൂടിയെടുക്കാം. വീക്കെൻഡ് വീഡിയോ ആയിട്ട് ബ്രേക്ക് ഔട്ട് സ്റ്റോക്കുകൾ കൂടിയെടുക്കാം. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും ഈ സ്ക്രീനറി കയറിയിട്ട് സ്വന്തമായിട്ട് കമ്പനികൾ സ്കാൻ ചെയ്ത് എടുക്കാവുന്നതാണ്. വണ്ടി തള്ളാൻ മറ്റാരുടെയും സഹായം നിങ്ങൾക്ക് ആവശ്യമില്ല. നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ തള്ളാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. നാളെ നമുക്ക് ബ്രേക്ക് ഔട്ട് സ്റ്റോക്കുമായിട്ട് വരാം. നമ്മുടെ ടെലിഗ്രാം ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം കേട്ടോ.